2016 ഇലക്ഷന് മുന്നോടിയായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ വളരെ ലളിതമായ രീതിയിൽ ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ഈ വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ്. election.cloud.app.net ഈ പരിഹാരം ഇതൊരു ട്രയൽ വെബ്സൈറ്റ് ആണ്. അതിന് ആദ്യം നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP കൊടുക്കുക. അല്പസമയത്തിനുള്ളിൽ OTP മൊബൈൽ വരുന്നതാണ്. പതിനഞ്ച് മിനിറ്റ് നേരമാണ് ഒരു OTPയുടെ കാലാവധി. ശരിയായ OTP നമ്പർ കൊടുത്ത് വാലിഡേറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഫോം ലഭിക്കും. കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുടെയാണ്. പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളാവാം, സിറ്റിസൺ ആവാം, മത്സരത്തിൽ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ് ആവാം, അതേഴ്സ്. സിറ്റിസൺ കംപ്ലൈന്റ് ആണ്. സിറ്റിസൺ സെലക്ട് ചെയ്യുക. നെയിം ഓഫ് ദ കംപ്ലൈന്റ്, സിറ്റിസന്റെ പേര് ടൈപ്പ് ചെയ്യുക. ഇമെയിൽ ID മാൻഡേറ്ററി അല്ല, കൊടുക്കാം. അഡ്രസ് ഓഫ് ദ പരാതിക്കാരന്റെ അഡ്രസ്, പിൻകോഡ് സഹിതം കൊടുക്കാം. പിൻകോഡ് നിർബന്ധമില്ല. എപ്പിക് കാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കുക. ഏത് ടൈപ്പ് കംപ്ലൈന്റ് ആണ്? പരാതിയാണോ, അതോ ഇൻഫർമേഷൻ ആണോ, അതോ ഒരു അഭ്യർത്ഥനയാണോ, സജഷൻ ആണോ, ആശയം ആണോ എന്നാണ് ഉദ്ദേശിച്ചത്. കംപ്ലൈന്റ്, ഇൻഫർമേഷൻ, സജഷൻ ഇതിലേതാണ് പരാതിക്കാരനോട് ചോദിച്ചിട്ട് ചെയ്യുക. ജസ്റ്റ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. ഏത് ടൈപ്പ് ഇലക്ഷൻ ആണ്? ഇലക്ഷൻ ആകുമ്പോൾ ഏത് ടൈപ്പ് കംപ്ലൈന്റ് വരിക? പോൾ റിലേറ്റഡ് ആണോ, വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടേഴ്സ് കാർഡ് റിലേറ്റഡ്, അത് ഉദ്ദേശിച്ചുള്ള ഏത് രണ്ട് കംപ്ലൈന്റ് ആണോ എന്ന്. ഇൻഫർമേഷൻ ആണെങ്കിൽ ഏത് ടൈപ്പ് ആണോ, പോൾ റിലേറ്റഡ്, വോട്ടേഴ്സ് ID, ഇത് ജസ്റ്റ് ഒരു മെസ്സേജ് തരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സജഷന് ഏത് ടൈപ്പ് സജഷൻ ആണോ, സെയിം ഓപ്ഷൻ തന്നെ. ദെൻ സെലക്ട് കംപ്ലൈന്റ്. election ID, card related. nature of the complaint, information, suggestion. എന്താണ്? പേര് ആഡ് ചെയ്യാനാണോ, നിലവിലുള്ള പേര് ഡിലീറ്റ് ചെയ്യാനാണോ, കറക്ഷൻ ആണോ, ട്രാൻസ്ഫർ ഓഫ് ദ നെയിം ഫ്രം ദ പോളിംഗ് സ്റ്റേഷൻ മറ്റൊരു പോളിംഗ് സ്റ്റേഷനിലേക്കാണോ, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. പിന്നെ വോട്ടേഴ്സ് ID കാർഡ് ഇതുവരെ ലഭ്യമാകാത്തത്, വോട്ടേഴ്സ് ID കാർഡ് റിസീവ്ഡ് വിത്ത് എറർ, വോട്ടേഴ്സ് ലിസ്റ്റ്. ഇതിലേതാണെന്ന് കസ്റ്റമറോട് ചോദിച്ചു ചെയ്യുക. വോട്ടേഴ്സ് ID കാർഡ് നോട്ട് റിസീവ്ഡ്. ഓക്കെ, ഇതിലെ വോട്ടേഴ്സ് കാർഡ് റിസീവ്ഡ് വിത്ത് എറർ കൊടുക്കുക. ജില്ല കൊടുക്കുക. ഓപ്പൺ സൈറ്റ് ആണ്, അതുകൊണ്ട് 14 ജില്ലയിലും ചെയ്യാവുന്നതാണ്. കോഴിക്കോട്. ഇനി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കോഴിക്കോട് നോർത്ത് ചോദിക്കുക. ഇല്ലെങ്കിൽ CEOയുടെ വെബ്സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അവരുടെ വോട്ടേഴ്സ് പോളിംഗ് സ്റ്റേഷൻ എവിടെയാണെന്ന് കൊടുക്കുക. അതെ, സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പോളിംഗ് സ്റ്റേഷൻ കിട്ടും. കംപ്ലൈന്റ് ഇനി അഥവാ ഏതെങ്കിലും പാർട്ടിക്കെതിരെയാണ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേരും ആ പാർട്ടിയിലുള്ള ആളുടെ പേരും റൈറ്റ് സൈഡിൽ കൊടുക്കുക. അത് മാൻഡേറ്ററി അല്ല. കംപ്ലൈന്റ് ലോഡ്ജ്ഡ് ബിഫോർ, എവിടേക്കാണോ നിങ്ങൾ കംപ്ലൈന്റ് അയക്കേണ്ടത്? CEO, ചീഫ് ഇലക്ഷൻ ഓഫീസർ, DO, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, RO/ERO, റീജിയണൽ ഓഫീസർ, അവര് താലൂക്ക് ഓഫീസിലാണ് ഉണ്ടാവുക. ദെൻ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർക്കാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് വാലിഡേഷൻ, ഇതിന് നിങ്ങൾക്ക് ബ്രീഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പരാതിക്കാരൻ ഒരുപാട് പേപ്പറിൽ പരാതി എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് PDF ആയി സ്കാൻ ചെയ്യാം. പക്ഷേ അതിന്റെ ഒരു ബ്രീഫ് സ്ട്രക്ചർ മാത്രമേ ഇതിനകത്ത് കൊടുക്കാവൂ. അതുകൂടാതെ ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്.
നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസും ക്ലാരിറ്റിയുള്ള പിക്ചറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വോട്ടർ ഐ ഡി ലഭിച്ചപ്പോൾ സീലും അഡ്രസ്സും ഇല്ലാതെയാണ് ലഭിച്ചത്. കംപ്ലീറ്റ് അഡ്രസ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന ക്യാപ്ച കോഡ് അത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം ആയതുകൊണ്ട് അതൊന്ന് ജനറേറ്റ് ന്യൂ ഇമേജ് കൊടുക്കുക. CFPK5 സേവ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കസ്റ്റമറുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആവുന്നതാണ്. അവർക്കൊരു സീരിയൽ നമ്പർ ഈ ഒരു കംപ്ലൈന്റ് നമ്പർ വരുന്നതാണ്. ഇതേ സമയത്ത് തന്നെ മൊബൈലിലേക്കും അവർക്കൊരു കൺഫർമേഷൻ മെസ്സേജ് പോകുന്നതാണ്. ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് അവർക്ക് എടുത്ത് കൊടുക്കുക. പ്രിന്റിന്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് അവർക്ക് മുകളിൽ തന്നെ മെയിൻ വെബ്സൈറ്റ്, ഈ പരിഹാരത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ ക്ലിക്ക് ഹിയർ കംപ്ലൈന്റ് സ്റ്റാറ്റസ് കൊടുക്കുക. ശ്രദ്ധിക്കുക, സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ കംപ്ലൈന്റ് നമ്പർ ഓർമ്മ വേണം. കംപ്ലൈന്റ് നമ്പർ മൊബൈലിൽ വന്നിട്ടുണ്ടാവും. അത് അതുപോലെ നോക്കി ടൈപ്പ് ചെയ്യുക. 12404027000127 മൊബൈൽ നമ്പറും മാൻഡേറ്ററി ആണ്. സെർച്ച് ചെയ്യണമെങ്കിൽ മൊബൈൽ നമ്പർ വേണം. നിലവിലുള്ള അവരുടെ കംപ്ലൈന്റ് സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. DE ഓഫീസിലേക്കാണ് നമ്മൾ കംപ്ലൈന്റ് അയച്ചത്. DE ഓഫീസർ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ സ്റ്റാറ്റസ് ഓഫ് കംപ്ലൈന്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുമായി എന്ത് സംശയങ്ങൾക്കും നിങ്ങൾ ജില്ലാ ഓഫീസുമായി വിളിക്കാവുന്നതാണ്.